എല്ലാവർക്കും Sarath'S പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്നോട് ഇഷ്ടംപോലെ പേര് മെസ്സേജ് അയച്ചായിരുന്നു. അതായത് എനിക്ക് കുറഞ്ഞ ബഡ്ജറ്റിൽ ഏറ്റവും നല്ലൊരു ട്രൈപോഡ് വേണം. അപ്പോൾ ഞാൻ ഈ 500 രൂപയുടെ താഴെയുള്ള ട്രൈപോഡുകളൊക്കെ നോക്കിയപ്പോൾ അതൊക്കെ കുഴപ്പമില്ലാത്ത റിവ്യൂസ് ഉണ്ട്, പക്ഷേ മിക്കതിൻ്റെയും ക്വാളിറ്റി ഒന്നും പോരാ. അപ്പോൾ എനിക്ക് അധികം പൈസ ചിലവാക്കാതെ ഏറ്റവും ക്വാളിറ്റി ഉള്ളൊരു ട്രൈപോഡ് വേണം. അപ്പോൾ അത് ഏതാണ് എന്നോട് ചോദിച്ചായിരുന്നു. അതായത് പ്രധാനമായും ഇവർക്ക് ഈ ടിക്ടോക്കിലൊക്കെ വീഡിയോസ് എടുക്കാനും അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ വീഡിയോ ഷൂട്ട് ചെയ്യാനും പ്രധാനമായും ഫോൺ ഉപയോഗിച്ച് വീഡിയോ ഷൂട്ട് ചെയ്യാനൊക്കെയാണ് ഈ ഒരു ട്രൈപോഡ് വേണം എന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ കരുതി എന്തുകൊണ്ട് ഞാൻ ഉപയോഗിക്കുന്ന ട്രൈപോഡ് തന്നെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നോളാണ്. അപ്പോൾ ഞാൻ ഇന്ന് ഈ ഒരു ഇതിനകത്ത് ട്രൈപോഡ് ഇല്ല, ഞാനിപ്പോൾ അതിലാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ട്രൈപോഡിൻ്റെ റിവ്യൂ ആണ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾക്ക് ഈ ഒരു ട്രൈപോഡ് ഏകദേശം 700 രൂപയ്ക്ക് നിങ്ങൾക്ക് ആമസോണിൽ നിന്ന് മേടിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ട്രൈപോഡിൻ്റെ റിവ്യൂ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇങ്ങനൊരു പാക്കേജിങ്ങിലാണ് നമ്മുടെ ഈ ഒരു ട്രൈപോഡ് വരുന്നത്. അപ്പോൾ ഈ പാക്കേജ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഹൈ ക്വാളിറ്റി ആയിട്ടുള്ളൊരു ബാഗ് ഈ ഒരു ട്രൈപോഡിൻ്റെ കൂടെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു പാക്കേജിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ബാൻഡ് കാണാൻ സാധിക്കും. അപ്പോൾ ഇത് അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇത് ഷോൾഡറിലൊക്കെ ഇട്ടുകൊണ്ട് പോകാൻ സാധിക്കും. പിന്നെ ഇതൊരു സിപ്പുള്ളൊരു കവറാണ്. അപ്പോൾ ഇത് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് നമ്മുടെ ഈ ഒരു ആമസോൺ ബേസിക്സിൻ്റെ ട്രൈപോഡ് കാണാൻ സാധിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ സാധനം. അപ്പോൾ ഈ ഒരു ട്രൈപോഡിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചെറിയൊരു ഒരു CFL ബൾബൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു CFL ബൾബ് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടില്ലേ, ഇത്രയും ലെങ്ത്ത് വരും നമ്മുടെ ഈ ഒരു ട്രൈപോഡിന്. അപ്പോൾ ഈ ട്രൈപോഡിൻ്റെ ബിൽഡിനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല, കാരണം അത്ര നല്ലൊരു സോളിഡ് ആയിട്ടുള്ളൊരു ബിൽഡാണ്. നല്ല മാറ്റ് ഫിനിഷ്, നല്ല ശരിക്കും പറഞ്ഞ ഒരു പ്രീമിയം ലുക്ക് തരുന്നൊരു ഒരു അലുമിനിയത്തിൻ്റെ ഒരു ട്രൈപോഡാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ആമസോൺ ബേസിക്സിൻ്റെ ബ്രാൻഡിങ് ഇവിടെ കാണാൻ സാധിക്കും. കൂടാതെ ഞാൻ പറയട്ടെ, ഈ ഒരു പ്രൈസ് പോയിന്റിൽ ഇത്രയും നല്ല ബിൽഡ് ക്വാളിറ്റി തരുന്ന വേറൊരു ട്രൈപോഡ് ഉണ്ടാവില്ല എന്ന് തന്നെയാണ്. അപ്പോൾ ഈ ഒരു ട്രൈപോഡിൻ്റെ ഫീച്ചർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ഹാൻഡിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ ഒരു സ്ക്രൂ ചെയ്യാവുന്ന ഒരു ഹാൻഡിലാണ്. അപ്പോൾ ഈ നമ്മളിങ്ങനെ സ്ക്രൂ ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് ഇതിൻ്റെ ഹെഡ് ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ സാധിക്കും. ഈ ഹെഡിൻ്റെ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ഹെഡിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് നിങ്ങൾക്കൊരു ഗ്രീൻ കളറിലൊരു ലെവൽ കാണാൻ സാധിക്കും. അപ്പോൾ ഇത് വെച്ച് നിങ്ങളിപ്പോൾ പിടിച്ചിരിക്കുന്നത് കറക്റ്റാണോ, നമ്മുടെ ഫ്ലോറായിട്ട് ലെവലാണോ എന്നെല്ലാം സെറ്റ് ചെയ്യാനായിട്ട് സുഖമായിട്ട് സാധിക്കും. ഇനി ഈ ഒരു പാർട്ട് പ്ലാസ്റ്റിക് ആണ്. ഈ ഒരു പാർട്ട് മാത്രമല്ല, ഇവിടെ ഉള്ള എല്ലാം തന്നെ പ്ലാസ്റ്റിക് ആണ്. ഈ ഒരു സ്ക്രൂ മാത്രമേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ മെറ്റലായിട്ടുള്ളത്. എന്നാൽ പോലും നല്ല ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള പ്ലാസ്റ്റിക് വെച്ചാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ടോപ്പിലുള്ള ഹെഡ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ നിങ്ങൾക്ക് ഇങ്ങനൊരു ബേസ് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ബേസ് ശരിക്കും പറഞ്ഞാൽ റിമൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു ബേസാണ്. അപ്പോൾ നിങ്ങൾ ഇവിടെ ഒരു ചെറിയ ലിവർ കണ്ടില്ലേ, ഈ ഒരു ലിവർ ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു സാധനം ഇങ്ങനെ ഡിറ്റാച്ച് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിങ്ങനെ ഡിറ്റാച്ച് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട് നിങ്ങളുടെ ക്യാമറ അല്ലെങ്കിൽ സ്മാർട്ട് ഫോണെല്ലാം ഇതിൽ മൗണ്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് സ്മാർട്ട് ഫോണാണ് മൗണ്ട് ചെയ്യേണ്ടതെങ്കിൽ ഈ ഒരു സ്ക്രൂ കണ്ടില്ലേ, ഈ ശരിക്കും പറഞ്ഞാൽ ഏതൊരു DSLR ക്യാമറയിലും നിങ്ങൾക്ക് സ്ക്രൂ ചെയ്ത് വെക്കാൻ പറ്റുന്നൊരു കോമൺ ആയിട്ടുള്ളൊരു സ്ക്രൂ ടൈപ്പാണ്. പക്ഷേ ഇത് നിങ്ങൾ എങ്ങനെ നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ മൗണ്ട് ചെയ്യുന്നു വെച്ചാൽ ഇതിന് നിങ്ങൾക്ക് വേറൊരു അഡാപ്റ്റർ വേണ്ടി വരും. അപ്പോൾ ഇതാണ് ആ ഒരു അഡാപ്റ്റർ. അപ്പോൾ ഈ ഒരു അഡാപ്റ്ററിൻ്റെ ഏറ്റവും കുറഞ്ഞ പ്രൈസിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. കൂടാതെ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു അഡാപ്റ്റർ നമ്മുടെ സ്മാർട്ട് ഫോൺ ഹോൾഡ് ചെയ്യാനായിട്ടാണ്. ഇത് മുഴുവൻ പ്ലാസ്റ്റിക് ആയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ചെറിയ സ്പ്രിംഗ് സെറ്റപ്പ് കാണാൻ സാധിക്കും. അപ്പോൾ ഇതിങ്ങനെ നിങ്ങൾ വലിച്ച് നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് ചെറിയൊരു ഫോം പാഡിങ്ങും കാര്യങ്ങളെല്ലാം കാണാൻ സാധിക്കും. അപ്പോൾ ഇത് ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് ഇതുവരെയും എൻ്റെ ഫോൺ ഇതിൽ നിന്ന് സ്ലിപ്പായി പോകുന്നതോ അതോ ഫോൺ ടൈറ്റായിട്ടൊന്നും തോന്നിയിട്ടില്ല. അപ്പോൾ ഇത് നിങ്ങൾക്ക് 2 തരത്തിൽ നിങ്ങളുടെ ഈ ഒരു ട്രൈപോഡിൽ ഫിക്സ് ചെയ്യാൻ സാധിക്കും. അതായത് നിങ്ങൾക്കിത് വെർട്ടിക്കലായിട്ട് ഇങ്ങനെ ഹോൾഡ് ചെയ്യാൻ സാധിക്കും, കൂടാതെ ഇങ്ങനെ ഹൊറിസോണ്ടലായിട്ടും ഹോൾഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങളിപ്പോൾ ടിക്ടോക്ക് വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യാനാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ വെച്ച് ഷൂട്ട് ചെയ്യാം. അല്ല നിങ്ങൾക്ക് യൂട്യൂബ് വീഡിയോസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇങ്ങനെ വെച്ച് ഷൂട്ട് ചെയ്യാവുന്നതാണ്. ഇനി ഇത് എങ്ങനെ നമ്മൾ ഇതിലേക്ക് കണക്ട് ചെയ്യുന്നത് വെച്ചാൽ ജസ്റ്റ് നമ്മൾ DSLR എല്ലാം കണക്ട് ചെയ്യുന്ന പോലെ ഈ ഒരു സാധനം ഇതിലിങ്ങനെ പിടിപ്പിച്ച ശേഷം ഇതിൻ്റെ പുറകിൽ നിങ്ങൾക്കൊരു സ്ക്രൂ കാണാൻ സാധിക്കും. ഈ ഒരു സ്ക്രൂ നിങ്ങൾ പുൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിങ്ങനെ പൊക്കിയെടുക്കാൻ സാധിക്കും. അതിനുശേഷം ജസ്റ്റ് ലൈറ്റായിട്ടൊന്ന് സ്ക്രൂ ചെയ്യാം. ഇത് സ്ക്രൂ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സാധനം ഫിക്സ് ആവുന്നതായിരിക്കും. ഇനി നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ഈ ഒരു ട്രൈപോഡ് എടുത്ത ശേഷം ഈ ഒരു ട്രൈപോഡിൻ്റെ ഹെഡിൽ ഞാൻ പറഞ്ഞില്ല നേരത്തെ നമ്മൾ മൂവ് ചെയ്ത ലിവർ ഇങ്ങനെ ലീവ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഇത് ഫിക്സ് ചെയ്ത ശേഷം ആ ലിവർ ഇങ്ങനെ ക്ലോസ് ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സാധനം ഫിക്സായി. അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചില്ല, ഇപ്പോൾ നിങ്ങൾ വീഡിയോ ഒക്കെ എടുക്കുകയാണെങ്കിൽ ഇങ്ങനെയായിരിക്കും നിങ്ങൾ വെക്കുന്നത്. ഇങ്ങനെ വെച്ച് നിങ്ങൾക്ക് ഫോൺ വെച്ച് വീഡിയോ എടുക്കാം. ഇനി നിങ്ങൾക്ക് ചരിച്ചാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചരിച്ച് വെച്ചും ഫോൺ ഇങ്ങനെ വെർട്ടിക്കലായിട്ട് വെച്ച് വീഡിയോ എടുക്കാവുന്നതാണ്. ഇനി ഇത് ഏത് ആംഗിളിലാണ് ഇങ്ങനെ ചരിഞ്ഞിരിക്കേണ്ടത് എന്നുള്ളത് കൺട്രോൾ ചെയ്യാനായിട്ട് ഇവിടെ നിങ്ങൾക്കൊരു നോബ് കാണാൻ സാധിക്കുന്നു. ഇനി അതേപോലെ തന്നെ ഈ ഒരു ഹെഡിൻ്റെ റൊട്ടേഷൻ കൺട്രോൾ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇവിടെ ഒരു നോബ് കാണാൻ സാധിക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ 3 നോബ് ഉപയോഗിച്ച് 3 ആക്സസിൽ ഈ ഒരു ട്രൈപോഡ് നിങ്ങൾക്ക് മൂവ് ചെയ്ത് എങ്ങനെ വേണമെങ്കിലും ഷൂട്ട് ചെയ്യാവുന്നതാണ്.
ഇനി ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി മാത്രമല്ല, ഈ ഒരു ട്രൈപോഡ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ വളരെ ചെറിയൊരു ട്രൈപോഡായിട്ട് തോന്നും. എന്നാൽ ഇതിൻ്റെ പൊക്കം ശരിക്കും പറഞ്ഞാൽ വളരെ ഹൈറ്റ് ഉള്ളൊരു ട്രൈപോഡ് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഹൈറ്റ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു ഹൈറ്റിലാണ് നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റ് എന്താ പറയുക, ഒരു ലെഗ് പോലും ഓപ്പൺ ചെയ്യാതെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കാണുന്നത്. ഇനി ഞാൻ ഇതിൻ്റെ ഒരു സ്റ്റേജ് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു സ്റ്റേജ് ഓപ്പൺ ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്. നിങ്ങൾക്ക് ഇവിടെ ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു നോബ് കാണാൻ സാധിക്കും. ഇത് നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പുൾ ചെയ്ത് കഴിഞ്ഞാൽ 3 സൈഡിൽ നിന്നും ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ നോബ് ജസ്റ്റ് നിങ്ങളിങ്ങനെ പുൾ ചെയ്യുക. ഇത് 3ഉം നിങ്ങളിങ്ങനെ പുൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു കാലിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ എത്രത്തോളമാണെന്ന് വെച്ചാൽ അത് എക്സ്റ്റെൻഡ് ചെയ്ത ശേഷം ഈ ഒരു നോബ് നമ്മൾ പുൾ ചെയ്ത പോലെ തന്നെ ക്ലോസ് ചെയ്ത് വയ്ക്കുക. ഇതേപോലെ നമ്മൾ 3 സൈഡിലും നമ്മൾ പുൾ ചെയ്യുക. ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഈ ഒരു ട്രൈപോഡിൻ്റെ ലെഗ് എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ. ഇപ്പം നിങ്ങൾക്ക് ഹൈറ്റ് റെഫറൻസിന് വേണമെങ്കിൽ ഈ ഒരു ഡോർ എടുത്തോളൂ നിങ്ങൾക്ക്. അപ്പോൾ നേരത്തെ നമ്മൾ നോക്കിയപ്പോൾ ഈ ഒരു ഡോറിൻ്റെ താഴെ നിന്നുള്ള ആദ്യത്തെ ആ ഒരു ബ്ലോക്ക് വരെയായിരുന്നു ഇതിൻ്റെ ഹൈറ്റ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഒരെണ്ണം നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തപ്പോൾ രണ്ടാമത്തെ ആ ഒരു ബ്ലോക്കിൻ്റെ ഹൈറ്റ് വരെയും ഈ ഒരു ട്രൈപോഡ് എത്തിയിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾ ഇതിൻ്റെ മാക്സിമം ഹൈറ്റാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ മാക്സിമം ഹൈറ്റിനായിട്ട് നമ്മൾ ഈ കണ്ട പോലെ തന്നെ 2 ഒരു എന്താ പറയുക ഹിഞ്ച് മെക്കാനിസം ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹൈറ്റ് കൂട്ടാവുന്നതാണ്. അപ്പോൾ ഇത് മാക്സിമം ഹൈറ്റിൽ നമ്മൾക്ക് ഇത്രയുമാണ് ഇതിൻ്റെ ഒരു ഹൈറ്റ് വരുന്നത്. അതായത് ഏകദേശം ഈ ഒരു ഡോറിൻ്റെ ഈ ഒരു പിടിയുടെ അത്രയും തന്നെ ഹൈറ്റ് വന്നിട്ടുണ്ട് നമ്മുടെ ഈ ഒരു ട്രൈപോഡിന്. പക്ഷേ വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, ഇതല്ല ആക്ച്വലി ഇതിൻ്റെ ഫുൾ ആയിട്ടുള്ള ഹൈറ്റ് എന്ന് പറയുന്നത്. അതായത് ഇത്രയും നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്താൽ പോലും ഇനിയും നമ്മൾക്ക് ഈ ഒരു ട്രൈപോഡ് എക്സ്റ്റെൻഡ് ചെയ്യാവുന്നതാണ്. അതായത് നിങ്ങൾ ഇവിടെ കണ്ടു കഴിഞ്ഞാൽ ഇവിടെ ചെറിയൊരു നോബുണ്ട്, നിങ്ങൾക്കിത് സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ സാധിക്കും. കണ്ടില്ല, ഇവിടെ ഒരു നോബുണ്ട്. അപ്പോൾ ഈ ഒരു നോബ് നമ്മൾ തിരിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ ഒരു ടോപ്പ് ഹെഡ് കുറച്ചുകൂടി ഇങ്ങനെ പൊക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഇത്രയും പൊക്കി കഴിഞ്ഞ് നമ്മൾ ആ ഒരു നോബ് തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് കുറച്ചുകൂടി ഹൈറ്റ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഹൈറ്റ് നേരത്തെ ആ പിടിയുടെ അത്രേ ഉണ്ടായുള്ളൂ. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ പിടിയിൽ നിന്നും ഏകദേശം 1 ഫീറ്റ് കൂടി ഇതിൻ്റെ ഹൈറ്റ് കൂടിയിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ നമ്മൾക്ക് ഇത്രയുമാണ് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഹൈറ്റ് നമ്മൾക്ക് വരുന്നത്. അപ്പോൾ ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത് കറക്റ്റ് എൻ്റെ ഫേസ് ലെവലിലാണ്. അപ്പോൾ എൻ്റെ ഫേസ് ലെവലിൽ ഞാനിപ്പോൾ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ കറക്റ്റ് എന്താ പറയുക, എൻ്റെ താടിയുടെ അത്രയും തന്നെ ലെവലിലുള്ളൊരു ഹൈറ്റിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് വേറൊരു സാധനത്തിൻ്റെ ആവശ്യമില്ല. ഫുൾ ഹൈറ്റിൽ ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട് ഷൂട്ട് ചെയ്യാവുന്നതാണ്. ഇനി പലർക്കുള്ള സംശയം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പ്രോഡക്റ്റിന് എത്ര വെയിറ്റ് താങ്ങാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത് ആക്ച്വലി ഫോൺ വെക്കാനാണ് പ്രധാനമായിട്ടും ഈ ഒരു ട്രൈപോഡ് ഉപയോഗിക്കുന്നത്. എന്നാൽ ഈ ഒരു ട്രൈപോഡിൽ നിങ്ങൾക്ക് DSLR വെക്കാൻ സാധിക്കുമോ എന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാണിക്കാനായിട്ട് ഞാനിപ്പോൾ എൻ്റെ അടുത്ത് ഒരു ക്യാമറയുണ്ട്. ആ ഒരു ക്യാമറ നിങ്ങൾക്ക് ഇതിൽ മൗണ്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇത് കണ്ടില്ലേ, ഞാൻ എൻ്റെ ക്യാമറ ഇതിൽ മൗണ്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ മൗണ്ട് ചെയ്ത് ഈ ഒരു ക്യാമറ ഇതിൽ വെച്ചിട്ട് പോലും ഇത് നല്ല സ്റ്റേബിൾ ആയിട്ടിരിക്കുകയാണ്. അതായത് ഒരു അനക്കവും കുലുക്കവും ഒന്നുമില്ല. അതായത് നല്ല, ഞാൻ പറയട്ടെ, ബിൽഡ് ക്വാളിറ്റി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഈ കൊടുക്കുന്ന ഒരു 700 റുപ്പീസിന് കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് ബിൽഡ് ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റാണ് ഈ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. കാരണം നിങ്ങൾക്ക് ഇതിനെക്കാട്ടും കുറച്ചുകൂടെ വില കുറവായിട്ട് വേറൊരു ട്രൈപോഡ് എന്തോ T3310 അങ്ങനെ എന്തോ ഒരു ട്രൈപോഡും കാര്യങ്ങളെല്ലാം കിട്ടുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു ട്രൈപോഡിനൊക്കെ പ്രശ്നം എന്ന് വെച്ചാൽ ബിൽഡ് ക്വാളിറ്റിയാണ്. ഈ കാണുന്ന ഹിഞ്ചുകളല്ലേ, ഈ കാണുന്ന ഹിഞ്ചുകൾ റിവേറ്റും എല്ലാം നല്ല രീതിയിൽ ടൈറ്റായിട്ടുള്ള എന്താ പറയുക ബിൽഡാണ് ഇതിൽ കൊടുത്തേക്കുന്നത്. എന്താ പറയുക, നല്ല രീതിയിൽ ടൈറ്റായിട്ടുള്ള ബിൽഡാണ് ഈ ഒരു കാര്യത്തിനൊക്കെ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് യാതൊരു പ്രോബ്ലവും ഇതേപോലെ DSLR ക്യാമറകൾ വെച്ചാൽ പോലും വരാവുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്ര ഒരു സ്റ്റേബിളായിട്ടാണ് ഈ ഒരു കാര്യം ഇരിക്കുന്നത്. ഒരു കാരണവശാലും നിങ്ങൾ ഈ 500 രൂപയുടെ സാധനത്തിലൊന്നും പോയി ഇൻവെസ്റ്റ് ചെയ്യരുത്. ഏകദേശം 700 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലെ കിടിലനായിട്ടുള്ളൊരു ആമസോണിൻ്റെ ട്രൈപോഡ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ട്രൈപോഡ് നിങ്ങൾ മേടിച്ച് കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഇത് നിങ്ങൾക്ക് ഇഷ്ടം പോലെ ലാസ്റ്റ് ചെയ്യും കേട്ടോ. ഇത് മേടിച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ലാസ്റ്റ് ചെയ്യാവുന്നൊരു ട്രൈപോഡ് കൂടെയാണ് നമ്മുടെ ഈ ആമസോൺ ബേസിക്സ് എന്ന് പറഞ്ഞ ട്രൈപോഡ്. അപ്പോൾ ഈ ഒരു ട്രൈപോഡിൽ പോലും നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് വീട്ടിൽ തന്നെ ഒരു ട്രൈപോഡ് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഞാനിപ്പോൾ വീട്ടിലുണ്ടാക്കിയിരിക്കുന്ന ട്രൈപോഡ്. നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് കണ്ടില്ലേ, അതായത് നമ്മുടെ ആ ഒരു ട്രൈപോഡിൻ്റെ സെയിം ഹൈറ്റ് വരുന്ന ഒരു ട്രൈപോഡിനെ വീട്ടിൽ നമുക്ക് സുഖമായിട്ട് മാനുഫാക്ചർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ട്രൈപോഡ് ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചൊരു വീഡിയോ, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ കാണാം. അപ്പോൾ സുഖമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ട്രൈപോഡ് വീട്ടിൽ തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇത് അത്യാവശ്യം ഒരു ഫോണൊക്കെ വെച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള ട്രൈപോഡാണ്. അഥവാ നിങ്ങൾക്ക് കുറച്ചുകൂടി എന്താ പറയുക ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള രീതിയിലാണെങ്കിൽ ഈ ഒരു ട്രൈപോഡ് എന്തായാലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ട്രൈപോഡിൻ്റെ ഏറ്റവും ബെസ്റ്റ് ബൈ ലിങ്ക് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഈ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഏറ്റവും വില കുറവായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാൻ ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ എന്തായാലും എൻ്റെ ചാനൽ ചെക്ക് ചെയ്യാൻ മറക്കരുത്. ഏകദേശം 100-ൽ കൂടുതൽ വീഡിയോസ് ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മൾക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.